ഈ ധർമ്മസ്ഥലയിലെ വിവാദങ്ങൾ ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ ഇന്നലെ നാടകീയമായിട്ട് അസംബ്ലിയിൽ, കർണാടക അസംബ്ലിയിൽ ആഭ്യന്തരമന്ത്രി പരമേശ്വര പറഞ്ഞു, ഇനി കുഴിക്കുന്നില്ല, കുഴിക്കൽ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു. അതിന് തൊട്ടു മുമ്പ് DK ശിവകുമാർ പറഞ്ഞിരുന്നു, ഇതൊരു ഗൂഢാലോചനയുണ്ട്, ഒരു ക്ഷേത്രത്തെ മോശപ്പെടുത്താനുള്ള ശ്രമമാണെന്ന് സംശയിക്കുന്നു, ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും അങ്ങനെ പ്രവർത്തിച്ചെങ്കിൽ അവരെയെല്ലാം കൈകാര്യം ചെയ്യുമെന്ന് ശിവകുമാറും പറഞ്ഞു. ഇന്നലെ മാധ്യമങ്ങളിലൊക്കെ റിപ്പബ്ലിക് TV, ഏഷ്യാനെറ്റിൻ്റെ കന്നഡ വെർഷനായ സുവർണ, ഏഷ്യാനെറ്റ് സുവർണ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത ഒരു പ്രധാനപ്പെട്ട വാർത്ത, ഈ ശുചീകരണ തൊഴിലാളി എന്ന് പറയപ്പെടുന്ന ആൾ, അയാൾ ശുചീകരണ തൊഴിലാളിയല്ല, ക്ഷേത്രത്തിൽ നിന്ന് ഈ നേത്രാവതി തീരം ക്ലീൻ ചെയ്യാൻ കരാറെടുത്ത ആളാണ്, ക്ഷേത്രത്തിൻ്റെ ജീവനക്കാരനല്ല എന്ന് നേരത്തെ വിവരം വന്നിരുന്നു. അയാൾ SITയോട്, പ്രത്യേക അന്വേഷണ സംഘത്തോട് പറഞ്ഞു, എന്നെ ചില ആളുകൾ പ്രേരിപ്പിച്ചതാണ്, നീ 2023 മുതൽ എന്നോട് പ്രേരിപ്പിക്കുന്നൊരു വലിയ തുക പറഞ്ഞു, ഒരു തലയോട്ടിയും തന്നു, ഇതുമായിട്ട് പോയി ഹാജരാകാൻ പറഞ്ഞതാണ് എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ ഇതിൻ്റെ ഒന്നും ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. പക്ഷേ എന്തായാലും സർക്കാർ ഇപ്പോൾ ഇനി കുഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. ഇതെന്താ, ഒരു ഗൂഢാലോചനയാണ് എന്ന് തോന്നുന്നുണ്ടോ? ഈ പഴയൊരു സംസ്കൃത ശ്ലോകമുണ്ട്, അത് കഥകളിലൂടെ കൈമറിഞ്ഞ് വന്നതുകൊണ്ട് അതിൻ്റെ സംസ്കൃത വ്യാകരണമൊന്നും നോക്കരുത്, അർത്ഥം മാത്രം നോക്കിയാൽ മതി. ഒരാൾ കടപ്പുറത്ത് നടക്കുന്ന ഒരു മനുഷ്യൻ, അയാൾക്കൊരു തലയോട്ടി കിട്ടും. അയാളത് കൗതുകത്തോടെ എടുത്തു നോക്കി. അപ്പോൾ അതിൻ്റെ നെറ്റിയിൽ എഴുതി വെച്ചിരിക്കുന്നു, ജന്മപ്രകൃതി ദാരിദ്ര്യം, ദശവർഷസ്യ ബന്ധനം, സമുദ്രതീരെ മരണം. ഈ 3 കാര്യം അയാൾക്ക് മനസ്സിലായി. ഇവൻ ജന്മനാ ദരിദ്രനായിരുന്നു, 10 വർഷം ജയിലിലും കടന്നു, സമുദ്രതീരത്ത് മരിക്കുകയും ചെയ്തു. 4-ാമത്തെ വരെയാണ് കിഞ്ചിത് ശേഷം ഭവിഷ്യതി, ഇനി ഒരല്പം കൂടെ ബാക്കിയുണ്ട്. അയാൾ വിചാരിച്ചു, ഇത്രയൊക്കെ ദരിദ്രവാദികൾ തലയോട്ടിയായി, ഇനി ഇവൻ എന്ത് വരാനാണ്? ഒന്നും മനസ്സിലായില്ല. ശരി, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇത് വലിച്ചെറിഞ്ഞു. ഇത് പോയിട്ടൊരു കല്ലിൽ തട്ടിയിട്ട്, പഴകിയ തലയോട്ടിയാണല്ലോ, പെട്ടെന്ന് ചെതറും, പൊടിയായിട്ട് ചെതറി. അപ്പം ഇയാൾക്ക് മനസ്സിലായി, ഇതാണ് ബാക്കിയുണ്ടായിരുന്നത്. ഈ ഒരു സാധനം കൂടെ അവൻ്റെ തലയിൽ എഴുത്തിലുണ്ട്. മരിച്ചാൽ മാത്രം പോരാ, തലയോട്ടി പൊട്ടി ചെതറണം. അതും ഈ തലയോട്ടികൾക്ക് മനുഷ്യനെ ഉപദ്രവിക്കാനുള്ള അസാമാന്യമായ സാമർഥ്യമുണ്ട്. അതാണ് എനിക്ക് ഇയാൾ ഈ തലയോട്ടിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇതൊരു പണിയാണ്. ഇത്രയൊക്കെ കഴിഞ്ഞു, ആരോ മരിച്ചു, എവിടെയോ കുഴിച്ചിട്ടു, അതിൻ്റെ തലയോട്ടിയുമായിട്ട് ഇതാ അടുത്ത ആൾ വന്നിരിക്കുന്നു. കഴിഞ്ഞ മാസം മനോരമ ഒരു സ്റ്റോറി ചെയ്തു, കണ്ടിരുന്നു. കോഴിക്കോടുള്ളവരല്ലേ? കൂടരഞ്ഞിയിൽ ഒരു കൊലപാതകം. പിന്നെ കോഴിക്കോട് വെള്ളയിൽ കടപ്പുറത്ത് അതേ ആൾ തന്നെ വേറൊരു കൊലപാതകം ചെയ്തു. 2 കൊലപാതകം, രണ്ടും അന്ന് മനോരമ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആളാരാന്നറിയില്ല, മരിച്ച ആളെന്നാലും അറിയില്ല, കൊന്ന ആളാരാണെന്നും അറിയില്ല. അങ്ങനെ അജ്ഞാതമായിട്ട് ആ കേസ് അന്ന് പോലീസ് രജിസ്റ്റർ ചെയ്ത് അവസാനിപ്പിച്ചു. ശവവും ഡിസ്പോസ് ചെയ്തു. 37 വർഷം കഴിഞ്ഞിട്ടാണ് ഈ മനുഷ്യൻ പറയുന്നത്, ഞാനാണ് കൊന്നത്. പക്ഷെ കൊന്നത് ആരെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ ഒറ്റ ചവിട്ട് വെച്ച് കൊടുത്തു, ഇവൻ വെള്ളത്തിൽ വീണു മരിച്ചു. മനോരമ ഗ്രാഫൊക്കെ വരച്ചാൽ കൊടുക്കുക. അപ്പോൾ അത് ഉടനെ അന്വേഷിക്കും എന്നൊക്കെ പറഞ്ഞാൽ എവിടെ എന്ത് അന്വേഷിക്കാൻ? ഒരു ചാനലും ഒന്നും ടേക്കപ്പ് ചെയ്തില്ല. കാരണം ഇതിനൊരു അമ്പലവുമായിട്ട് ബന്ധമില്ല. ഈ സാധനം ഗുരുവായൂരാണ് നടന്നത്. ഇത് പണ്ടാറണങ്ങാനായിട്ട് ഇവൻ കൂടരഞ്ഞിൽ പോയിട്ട് ഇത് ചെയ്യുന്ന പകരം ഗുരുവായൂർ പ്രദേശത്ത് എങ്ങാനുമാണ് ചെയ്തതെങ്കിലുണ്ടല്ലോ, സംഗതി നമുക്ക് ചെണ്ട കൊട്ടാമായിരുന്നു. ഗുരുവായൂർ തലയോട്ടി. ഇവൻ ഈ തലയോട്ടിയുമായിട്ട് വന്നിട്ട് പരാതി കൊടുത്തു. പോലീസുകാർ ഇടപെട്ടു. ഇയാളുടെ നാർക്കോ അനാലിസിസ് നടത്താനായിട്ട് കോടതിയിൽ അപേക്ഷ കൊടുത്തു. തിങ്കളാഴ്ച കോടതി ഈ അപേക്ഷ പരിഗണിക്കാനിരിക്കുന്നു. ശനിയാഴ്ച SIT പ്രഖ്യാപിക്കുന്നു. അപ്പോൾ നാർക്കോയുമില്ല, ഒന്നുമില്ല, വാദി പ്രതിയായി കഴിഞ്ഞു. ഇയാൾ പറയുന്നിടത്തൊക്കെ പോയി കുഴിക്കടാ. SIT ഭാഗം കുഴിക്കാനും തുടങ്ങി. 2 ബുൾഡോസർ, ചെറുത്, വലുത്, ഇടത്തരം, അങ്ങനെയൊക്കെ സാധനങ്ങളുമായിട്ട് 13 സ്പോട്ടൊക്കെ കാണിച്ചിട്ട് ആദ്യത്തെ സ്പോട്ട് കുഴിച്ചപ്പോൾ ഒരു ബ്ലൗസ് കിട്ടി. വലിയ ചെണ്ടയൊക്കെ കുട്ടി. ബ്ലൗസാണ്. അല്ല, 20 വർഷം മുമ്പത്തെ ബ്ലൗസാണ്. ആയിക്കോട്ടെ, ബ്ലൗസല്ലേ, കിടക്കുമോ? അത് കഴിഞ്ഞ് മുന്നോട്ട് പോയി 6-ാമത്തെ സ്പോട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ 3-4 കഷ്ണം എല്ല് കിട്ടി. 1-ാമത്തേൽ ബ്ലൗസ്, 6-ാമത്തേൽ എല്ല്.
എന്തെങ്കിലും വേണം. എല്ലും ബ്ലൗസും കൂടെ ചേർന്ന് നമുക്കൊരു 10 എല്ലോ ചുറ്റി ഒരു ബ്ലൗസ് കിട്ടി കഴിഞ്ഞാൽ ആഘോഷമാണ്. ഇത് വെച്ചിട്ട് അങ്ങ് മുഴിപ്പിച്ചു. ഉടനെ അത് ഫോറൻസിക് ടെസ്റ്റിന് അയച്ചു. ഇവരുടെ കാലക്കേടിന് അത് ആണിൻ്റെ എല്ലാണ്. പെട്ടു. എന്ത് ചെയ്യും? പെണ്ണുങ്ങളെയാണ് ഇവൻ തോളത്തെടുത്തുകൊണ്ട് പോയി കുഴിച്ചിട്ട് ഇത് ആണിനെ കിട്ടിയിരിക്കുന്നു. അവൻ പറഞ്ഞു ഇത് ഞാൻ കുഴിച്ചിട്ടതല്ല, ഇത് വേറെ ആരോ കുഴിച്ചിട്ടോ, ഞാൻ പെണ്ണുങ്ങളെയാണ് കുഴിച്ചിട്ടത്. പക്ഷേ അസ്ഥി ആണിൻ്റെയാണ്. അത് കഴിഞ്ഞ് പോയി 11 എത്തിക്കഴിഞ്ഞപ്പോൾ വീണ്ടും കിട്ടിയൊരു കഷ്ണമില്ല. വലിയ ചണ്ടകൊട്ടായി ബഹളമായി. അതുകൊണ്ടുപോയി പരിശോധിച്ച് കഴിയുമ്പോഴാണ് ഈ 6 കിട്ടിയതിൻ്റെ ബാക്കിയാണ് 11 കിട്ടിയിരിക്കുന്നത്. അതും ആണിൻ്റെയാണ്. ആകെ കൂടെ വിഷമിച്ചു. പിറ്റേ ദിവസം ഈ മുഖം മൂടിയൊക്കെ വെച്ചിട്ട് ഇവനെ കണ്ടിട്ടില്ലേ, പ്രേതം പോലെ ഇങ്ങനെ മൂടി നല്ലതാണ്. അപ്പോൾ ഇവൻ പറഞ്ഞു സാറേ എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം എന്ന് പറഞ്ഞിട്ട് ശരി ഉൾക്കാട്ടിലേക്ക് പോയി. കാടാണല്ലോ നമ്മൾ. കാട്ടിലേക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ അയ്യോ പൊത്തെന്ന് പറഞ്ഞൊരു ബഹളം. ഇവനെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞിട്ട് SITക്കാർ ഓടി അവിടെ ചെന്ന് കഴിയുമ്പോൾ ദേ കിടക്കുന്നു അസ്ഥി എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കാണിച്ചു. അപ്പോൾ SITക്കാർ നിൽക്ക് ഇതെങ്ങനെയാണ് ഈ മുകളിലിങ്ങനെ കിടക്കുന്നത് പുല്ലിൽ കാട്ടിൽ? അല്ല അത് ഞാൻ 15 വർഷം മുമ്പ് കുഴിച്ചിട്ടാണ്. നീ 15 വർഷം മുമ്പ് കുഴിച്ചിട്ടത് ഇത് പൊങ്ങി അത് തന്നെത്താൻ പൊങ്ങി വന്ന് ഈ കാലാവസ്ഥ മാറുകയാണ്. അതെ അതെ. അപ്പോൾ കാലാവസ്ഥ മാറി എല്ല്. അപ്പം തന്നെ SITക്ക് സംശയം ഇത് ഇവൻ തന്നെ പോക്കറ്റ് ഇനി വെച്ച് കെട്ടുമൊക്കെ ആയിട്ടാണല്ലോ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഇവൻ തന്നെ പോക്കറ്റിലിട്ടോ അതോ വേറെ ആരെങ്കിലും കാട്ടിൽ നിന്നിട്ട് അത് ഇട്ടിട്ട് ഇവൻ മൂത്രം ഒഴിക്കാനെന്നുള്ള വ്യാജേന അവിടെ കൂടെ അവിടെ നിന്നാണ് SITക്ക് സംശയം തോന്നുന്നത്. ഇതിലെന്തോ ഇവൻ തന്നെ എന്തോ കള്ളക്കളി കളിക്കുന്നുണ്ട്. ശരി ആയിക്കോട്ടെ, ബാക്കി രണ്ടും കൂടെ. അപ്പോഴത്തേക്ക് തന്നെ ഇത് പൊളിയാൻ തുടങ്ങി. കർണാടകയിൽ ഒരുപാട് സ്ഥലത്ത് ഹിന്ദുക്കളുടെ പ്രകടനം നടന്നു. അസംബ്ലിയിൽ ചോദ്യം വന്നു. BJP ഇഷ്യൂ ടേക്കപ്പ് ചെയ്തു. ഓരോരുത്തരായിട്ട് പരിഭ്രമിക്കാൻ തുടങ്ങി. ആഭ്യന്തരമന്ത്രി പരമേശ്വര പറഞ്ഞു ഇത് എനിക്കറിഞ്ഞുകൂടാ, ഞാനത് SIT ഏൽപ്പിച്ചു, അവരത് നേരെ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം എന്നൊക്കെ പറഞ്ഞിട്ട് തട്ടി കളിക്കാൻ തുടങ്ങി ഓരോരുത്തരായിട്ട്. സംഗതി അവസാനം പൊളിഞ്ഞു. ഇപ്പോൾ ഇയാൾ പറയുന്നത് ഞാൻ 2014 വരെ തമിഴ്നാട്ടിലാണ് ജീവിച്ചത്. അതെ, തമിഴ്നാട്ടിലാണ്. 3 പേര് വന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ആരെ ഈ 3 പേര്? അവർ വിളിച്ച ഇയാൾ വരേണ്ട കാര്യം എന്താ? തമിഴ്നാട്ടിൽ നിന്ന് കർണാടകത്തിലേക്ക് ആകെ കൂടെ പ്രശ്നമായിരിക്കുകയാണ്. ഇതിന് പുറകിൽ ആരാണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ട ജോലിയാകും ഇനി SITക്ക്. അല്ല, ഇന്നലെ ആഭ്യന്തരമന്ത്രി പറഞ്ഞൊരു കാര്യമായിട്ട് ഈ വിസിൽ ബ്ലോവറായിട്ട് വന്നിരിക്കുന്ന ഇയാളെ അറസ്റ്റ് ചെയ്യണമെന്നൊരു ആവശ്യം വന്നിട്ടുണ്ട്. പക്ഷേ കോടതി അയാൾക്ക് 60 ദിവസത്തെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. അതിൽ നിന്നൊരു ഇയാളാണ് ഇതിനകത്ത് കക്ഷി എന്ന് വായിച്ചെടുക്കാൻ പറ്റില്ലേ ആഭ്യന്തരമന്ത്രി? അങ്ങനെ അല്ല, ഈ ആദ്യം തന്നെ കർണാടക പോലീസ് കൃത്യമായിട്ടാണ് ചെയ്തത്. ഇങ്ങനെ ഒരാൾ പരസ്പര ബന്ധമില്ലാതെയും ഈ 200 പേരെ അവർ പറയുന്നത് എന്താണെന്നറിയാമോ? ആദ്യം ഇത് 1000 വരെ പോയി. 1000 പേര് പോയിരുന്നു. 100 കണക്കിലായിരുന്നു. 100, 200, 300, 600 ഇങ്ങനെ മലയാളത്തിലെ മാധ്യമങ്ങളുടെ അവരുടെ ഭാവനയ്ക്കനുസരിച്ച് അവരിങ്ങനെ കൂട്ടി വന്നുകൊണ്ട് മറ്റു മീഡിയ ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല കേട്ടോ. ഇവിടെയാണ് ഈ ചെണ്ടകൊട്ട് നടന്നത്. അപ്പോൾ 200 പേരെയൊക്കെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യം. ഒരു ശവം ഒരാൾക്ക് ഒറ്റയ്ക്ക് മറവ് ചെയ്യാൻ പറ്റില്ല അൺലെസ് യു ആർ ഹൈലി സ്റ്റാർഡി, വലിയ ഫിഗറൊക്കെയാണ്. അല്ലാതെ ഒരു 40 50 കിലോ ഉള്ള ഒരു സ്ത്രീയാണെന്ന് വെച്ചോ, അവരുടെ ശവം എടുത്ത് തോളത്തിട്ടുകൊണ്ട് കൂളായിട്ട് കാട്ടിലേക്ക് നടന്നുപോയി പിന്നെ കുഴി കുഴിച്ച് അവർ അങ്ങനെ ചെയ്യാൻ ഒരാൾക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. അതിമാനുഷ്യനാണെങ്കിലേ പറ്റുള്ളൂ. അത് 3-4 പേര് വേണം. ഒരു നമ്മൾ സാധാരണ ഒരു ശവം മറവ് ചെയ്യുന്നതിൻ്റെ പാടാലോചിച്ച് നോക്കി എത്ര ആൾക്കാർ കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പം ഇത് ഒറ്റയ്ക്ക് 200 ശവമൊക്കെ ഒന്നൊറ്റ ശരി, അതും ആരും കാണാതെ നഗരത്തിൽ നിന്ന് കാട്ടിലേക്ക് പോവുക. ഈ 200 തവണ പോകുമ്പോൾ ആരും കണ്ടില്ലേ, ഒരു മനുഷ്യൻ്റെ കണ്ണിൽ പെടാതെ ഇത് ചെയ്തോ. ഇതെന്തൊരു പരിപാടി? കണ്ടവരുണ്ട് എന്നാണ് മലയാള മാധ്യമങ്ങൾ പറയുന്നത്. അങ്ങനെ കണ്ടവരുണ്ട്. അവർക്ക് പേടിയാണ്, അവർ മിണ്ടുന്നില്ല, അവരെ നിശബ്ദരാക്കിയിരിക്കുന്നു. ഇതൊക്കെ ഈ ഹിന്ദുക്കളിലെ ഓരോ തീർത്ഥാടന കേന്ദ്രങ്ങളെയും നാറ്റിക്കാനായിട്ട്. ഇപ്പോൾ അവിടുത്തെ ഒരു ശുചിത്വ ജീവനക്കാരനാണ് എന്ന് വെച്ചു, അതിന് ആ അമ്പലം എന്ത് പഴച്ചു? അമ്പലം പഴിച്ചു എന്ന് ഞങ്ങൾ പറയുന്നില്ലല്ലോ. ബട്ട് ധർമ്മസ്ഥല ഇനിയിപ്പോൾ നോക്കിക്കോ, ജീവിതകാലം മൊത്തം TV ചർച്ചയിലൊക്കെ ധർമ്മസ്ഥലയിലെ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. ധർമ്മസ്ഥലയിൽ എന്ത് സംഭവിച്ചു? അല്ല ശരി, അത് അവസാനം തെളിഞ്ഞില്ല, അത് വേറെ കാര്യം. പല കേസും തെളിയാറില്ലല്ലോ. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ആരോപണം വന്നു എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞു.
ഇങ്ങനെ ധർമ്മസ്ഥലയെ നാറ്റിച്ചുകൊണ്ടേയിരിക്കാം. ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. കാരണം നിങ്ങൾക്കിത് പറഞ്ഞുകൊണ്ടേയിരിക്കാം. തെളിഞ്ഞില്ലെങ്കിൽ കേസുണ്ടായല്ലോ, പരാതി ഉണ്ടായിരുന്നല്ലോ, അത്രയും ഞാൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ചാനലിലെ ആങ്കർമാർക്കുള്ളൊരു പോയിൻ്റായിട്ട് ഇത് മാറി. അത് മാറിക്കഴിയും. ഇനിയിപ്പോൾ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അവർ പറയും, അവിടെ ഇത് നടന്നു എന്നല്ല ഞാൻ, അങ്ങനെ ഒരു സംഭവം, ഒരു ആരോപണം ഉണ്ടായല്ലോ, അന്വേഷണം ഉണ്ടായല്ലോ, അത്രയും ഞാൻ പറഞ്ഞോളൂ. പിന്നെ തെളിഞ്ഞില്ല, എന്ത് ചെയ്യും? എത്രയോ കേസുകൾ തെളിയാതെ പോകുന്നു. ഉദാഹരണമായിട്ട് കൂടരഞ്ഞി തെളിഞ്ഞില്ലല്ലോ, കൊന്നതാരാണെന്ന് തെളിഞ്ഞപ്പോഴും ചത്തതാരാന്ന് തെളിഞ്ഞില്ല. ഇവിടെ കുഴിച്ചിട്ടവനുണ്ട്, കൊന്നവനോ ചത്തവനോ ആരാന്നറിഞ്ഞുകൂടാ, കുഴിച്ചിട്ടവനാണ് ഇവിടെ നിൽക്കുന്നത്. ഇങ്ങനത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞെന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു നരേറ്റീവ് ഉണ്ടാക്കുക. സോ ദാറ്റ് ഓൾ യുവർ ഹിന്ദു ടെമ്പിൾസ്, എവറിത്തിങ്, ദേ വിൽ ബി ഓൾവേസ് അണ്ടർ സസ്പെൻഷൻ. ഇതിനകത്ത് വേറൊരു കഥാപാത്രം ഉണ്ടായിരുന്നു, ചേട്ടൻ ശ്രദ്ധിച്ചോ? മനാഫ് എന്നുള്ള കഥാപാത്രമില്ല, നമ്മുടെ അർജുൻ്റെ ലോറി നദിയിൽ ഷിരൂരിൽ പോയ ഇയാളായിരുന്നു അവിടെ സമരസമിതിയുടെ നേതാവ്. അല്ല, അവിടെ ഈ ധർമ്മസ്ഥലയ്ക്കടുത്ത് ബെൽത്തങ്ങാടി അതൊരു മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയ ആണ്. അവിടെ ഈ ആക്ടിവിറ്റീസും സംഗതിയൊക്കെ ഉണ്ട്, അത്യാവശ്യം കലാപരിപാടികളൊക്കെ ഉള്ള സ്ഥലമാണ്. ഈ കാസർഗോഡ് നിന്ന് അടക്കം മൈഗ്രേറ്റ് ചെയ്ത് പോയ ഒരുപാട് ആളുകൾ ആ പ്രദേശത്ത് താമസിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അക്കൂട്ടത്തിൽ അവരുടെ ഒരു പ്രതിനിധി ആയിട്ടാണ് മനാഫ് വന്നത്. മനാഫായിരുന്നു പത്രക്കാരെ കാണുന്നത്, ചർച്ചകൾ നയിക്കുന്നത് ഒക്കെ മനാഫായിരുന്നു. ഇപ്പം മനാഫ് പതുക്കെ സ്കൂട്ടായി തോന്നുന്നു. അങ്ങനെയാണല്ലേ ഈ നന്മമരങ്ങൾ ഒരു ടൈം കഴിയുമ്പോൾ അങ്ങ് സ്കൂട്ടി ചെയ്യും. പക്ഷേ ഇന്നലെ ഇപ്പോൾ പുതിയ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടല്ലോ. ഇപ്പോൾ പരമേശ്വര ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്നു, ഇനി കുഴിക്കുന്നില്ല, ഫോറൻസിക് റിസൾട്ട് വരട്ടെ എന്നിട്ട് അടുത്ത് നോക്കാം എന്ന് പറയുന്നത് പോലും നമ്മുടെ മാധ്യമങ്ങളിൽ വാർത്തയില്ല. ഏഷ്യാനെറ്റിൻ്റെ സുവർണ അവിടെ വലിയ വാർത്ത കൊടുത്തു, ഇയാൾ കൺഫസ് ചെയ്തു, 3 പേരുടെ പ്രേരണ കൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്നുള്ളത്. പക്ഷെ മലയാള ഏഷ്യാനെറ്റിൽ വാർത്തയല്ല. അല്ല, അയാൾ നേരെ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വാർത്തയാകും. നേരെ ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാപ്പ് എന്ന് പറഞ്ഞ് സ്ക്രോൾ വരും. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് അയാളെ എങ്ങനെ വിശേഷിപ്പിക്കുന്ന ഇവർ? എന്ത് വാങ്ങിക്കോട്ടെ, ശുചീകരണ തൊഴിലാളി അത് ഉടനെ വരും, ആ വാർത്ത ഉടനെ വരും. ഇതൊക്കെ വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് നടക്കുന്ന ക്യാമ്പയിനാണ്. ഏതായാലും ഇതിൻ്റെ അവസാനം എങ്ങനെയായിരിക്കും ആർക്കറിയാം. ഇതിപ്പോൾ ഈ ധർമ്മസ്ഥല ആയതുകൊണ്ട് കോൺഗ്രസ് ഇങ്ങനെ ഒന്ന് പുറകോട്ട് നീക്കുന്നു. വേറെ ഏതെങ്കിലും ക്ഷേത്രമാണെങ്കിൽ കോൺഗ്രസിനും വലിയ ഉത്സാഹമാകും. അതെ, മാത്രമല്ല വേണമെങ്കിൽ ഇത് സർക്കാരിന് ഏറ്റെടുക്കാനുള്ള അവസരം കൂടിയാവും ക്ഷേത്രം. അതെ, അതൊക്കെ ചെയ്യും. ധർമ്മസ്ഥലയിൽ ഈ ജനങ്ങളുടെ വലിയ പിന്തുണയുണ്ട്. കർണാടകത്തിലെ ജനങ്ങളുടെ മുഴുവൻ പിന്തുണ. അങ്ങനെയൊന്നും ഏറ്റെടുക്കാനൊന്നും പറ്റില്ല. അല്ല, ജനപിന്തുണയൊന്നും അവർക്ക് വിഷയമല്ല. കോൺഗ്രസ്സിന് ഈ നാട്ടിൽ എന്തും ചെയ്യാം, മറ്റുള്ളവർക്കാണ് ചെയ്തുകൂടാത്തത്. മറ്റുള്ളവർക്ക് നേരായ മാർഗത്തിൽ പോലും ചെയ്തുകൂടാ, കോൺഗ്രസ്സിന് ഏത് മാർഗത്തിലും ചെയ്യും. പക്ഷേ ശിവകുമാറൊക്കെ ധർമ്മസ്ഥലയോട് വലിയ അടുപ്പവും ആരാധനയും ഒക്കെ ഉള്ള, അത് വോട്ടുമറിയുന്നുള്ളതുകൊണ്ട്, അല്ലാതെ ധർമ്മസ്ഥലയോട് സ്നേഹം കൊണ്ടൊന്നും അല്ല. ഒരു കർണാടകം മൊത്തം വലിയ പ്രശ്നമാകും കോൺഗ്രസ്സിന്. നമ്മുടെ ശബരിമല പോലെ ഒക്കെ അതെ വരാം. ഏതായാലും ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള ഒരു ആസൂത്രിത പദ്ധതിയുടെ ഒരു അധ്യായം അല്ലേ? അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.